പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റഷീദ് ആലായന്റെ പ്രചാരണം അലനല്ലൂർ ടൗണിൽ സജീവമായി. ടൗണിലെ കടകളിൽ കയറിയും യാത്രക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചുമാണ് അദ്ദേഹം പ്രചാരണം പൂർത്തിയാക്കിയത്. മത്സരം വ്യക്തിപരമല്ലെന്നും രാഷ്ട്രീയപരമായാണ് പോരാട്ടത്തെ കാണുന്നതെന്നും റഷീദ് ആലായൻ പ്രതികരിച്ചു. എതിർ സ്ഥാനാർത്ഥികളെ വിഷയമാക്കുന്നില്ലെന്നും ഡിവിഷൻ അനായാസം പിടിച്ചടക്കാനാവുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു തവണ ഒഴികെ മുൻകാല ചരിത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ UDFന്റെ കൈകളിലായിരുന്നു. ഈ കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാ കഴിയുന്ന സേവനങ്ങളും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഏത് സമയത്തും ആളുകൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് സേവനം നൽകി എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഏതെങ്കിലും ഒരാൾ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കക്ഷിയോ വിഭാഗമോ നോക്കാതെ ഏതൊക്കെ പദവിയാണ് മുന്നണിയും പാർട്ടിയും നൽകിയിട്ടുള്ളത്, ജനങ്ങൾ അധികാരമേൽപ്പിച്ചിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിക്കൊണ്ട്, പ്രത്യേകിച്ച് ഗ്രാമീണ വികസനം പരിപൂർണമാകുന്നതിന് വേണ്ടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇവിടുന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ എനിക്കും മറ്റ് സ്ഥാനാർത്ഥിമാർക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി സഹായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. MSF കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള റഷീദ് ആലായൻ പിന്നീട് യൂത്ത് ലീഗിന്റെ മണ്ഡലം, ജില്ലാ, സംസ്ഥാന ഭാരവാഹിത്വങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് 3 തവണ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം ഒരു തവണ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായും 2 തവണ ഉപാധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായും UDF ചെയർമാനായും സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗവുമാണ് റഷീദ് ആലായൻ. CCN ചത്തല്ലൂർ.